ശ്രീ മുരളീധരൻ, അന്ന് എന്തിനാണ് ഈ പോലീസ് താങ്കളെ മർദ്ദിച്ചത്? എന്താണ് അവിടെ നടന്ന സംഭവം? 31-ാം തീയതി വൈകിട്ട് 11 മണിയോട് കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. ഞങ്ങള് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു സൈഡ് പാട്ടും പിന്നെ പടക്കം പൊട്ടിരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ സംഘവും കഴിഞ്ഞ് ഞങ്ങൾ 8 മണിക്ക് സംഘം കൂടുന്നത്. സംഘം കൂടി തലേദിവസം നമ്മൾ പിന്നെ ന്യൂ ഇയറിന്റെ അന്നായിരുന്നു സംഘം കൂടേണ്ടത്. ഞങ്ങളത് 31-ാം തീയതി വൈകിട്ടത്തേന് സംഘമാക്കി ന്യൂ ഇയറിന്റെ അന്ന് എല്ലാവരും ഓരോ പരിപാടിയുമായിട്ട് യാത്രയിലായിരുന്നുകൊണ്ട് അങ്ങനെ വേണ്ടായെന്ന് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ സംഘം കൂടി അവിടുന്ന് 10 മണിയോട് കൂടി സംഘം പിരിഞ്ഞ് അവിടെ ഞങ്ങൾ മേളിൽ കയറി വരികയും സംഘം കഴിഞ്ഞ് അവിടെ വരികയും അവിടെ നിന്ന് ആൾക്കാരെല്ലാം പിരിഞ്ഞ് സംഘക്കാരൊക്കെ ഓരോ പരിപാടിയായിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അവിടെ 2 പേര് ഞാനും അങ്ങോട്ട് 2 കൂട്ടുകാരെല്ലാം അങ്ങോട്ട് അവിടെ നിന്നു. അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നതൊക്കെ കണ്ടു. അവരുടെ പാട്ടും ഇതുമൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവിടുന്ന് ഞാൻ ബേക്കറിയിലേക്ക് പിന്നെ ഈ നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ട് പോകാമെന്നൊക്കെ ഓർത്ത് ഞാൻ ആ ബേക്കറി സൈഡിലേക്ക് കയറി വരുമായിരുന്നു. അന്നേരം അവിടെ വന്നപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു, CA വന്നിട്ട് പറഞ്ഞു പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ല, ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു ഒരുത്തി വരുന്നതിന് ഇവിടെ നിന്നേക്കരുതെന്ന് പറഞ്ഞു. പിള്ളേർ പറഞ്ഞു സാറേ 12 ആകുമ്പോൾ പോയാൽ പോരെന്ന് ചോദിച്ചു. അതൊന്നും നടക്കില്ല, പടക്കം പൊട്ടിക്കുന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി പൊട്ടിച്ചാൽ മതി, ഇവിടെ ഒന്നും വെച്ച് പൊട്ടിയിട്ട് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിച്ചു. പഞ്ചായത്തിന്റെ മുന്നിലാണ് നടന്നത്. അവിടെ പിന്നെ റോഡ് ഇല്ല എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, പഞ്ചായത്തിന്റെ മുന്നിലാണ് ഈ സംഭവം നടന്നത്. ആ സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടിച്ചു വിട്ടത് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുന്നിലായിരുന്നു. ഏത് പഞ്ചായത്ത്? കരുണാപുരം പഞ്ചായത്ത്. ഈ താങ്കൾ ഈ സംഘം ചേർന്നു എന്ന് പറഞ്ഞാല് താങ്കളുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ആ കൂടിച്ചേരലിന് ആണോ താങ്കൾ ഈ സംഘം ചേർന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലല്ല, ഞങ്ങളൊരു SHG സംഘമുണ്ട്, ഓട്ടോക്കാർക്ക് ഞങ്ങൾക്ക് ഒരു സംഘമുണ്ട്. അത് പിന്നെ 11 വർഷമായിട്ട് സംഘം കൂടിക്കൊണ്ടിരിക്കുന്നു. ആ സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. ആ സംഘത്തിലുണ്ടായിരുന്നു. അവര് എല്ലാവരും ഓരോ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഓരോ വഴിക്കും പോയി. അവിടുന്ന് സംഘം പിരിഞ്ഞു. ഞാനും വീട്ടിൽ പോകാനായിട്ടൊക്കെ ഉള്ള സെറ്റപ്പിലായിരുന്നു. അന്നേരം പടക്കം പൊട്ടിക്കുന്നതും പാട്ടുമൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നു. പാട്ടുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കേൾക്കാനൊരു അവസരമുണ്ട്. കാരണം അതൊരു നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മളും അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നൊരുത്തിനും ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റിയായിരുന്നു, എല്ലാവരും പിരിഞ്ഞു പോകണമെന്നും പറഞ്ഞിട്ട് വന്ന് പറയുന്നത്. അപ്പൊ ഞാനവിടെ കടയിൽ നിന്ന് ഒരു കേക്ക് മേടിച്ചോണ്ട് പോകാം എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്താണ് പുള്ളി അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ആക്രമണം നമുക്കിട്ട് തല്ലുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ തെറ്റ് കാണിച്ച് നമ്മൾ ഒരു തെറ്റും കാണിക്കാൻ പോയിട്ടില്ല. കാരണം അങ്ങനെ തെറ്റ് കാണിക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് 56 വയസ്സുണ്ട് എനിക്ക്. നമ്മളങ്ങനൊരു അല്ല, ഇതിൽ ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് ഇങ്ങനെ മാറിപ്പോകാൻ ആവശ്യപ്പെട്ട് ഉടനെ ഈ തരത്തിൽ മർദ്ദനത്തിലേക്ക് കടക്കുകയായിരുന്നോ CI? ഒരു സൈഡിൽ നിന്ന് മാറിപ്പോയി, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം വെല്ലുവിളിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നമ്മുടെ ഭാഗത്തുനിന്നും ഞാൻ നിന്ന് കൂട്ടും ആ സൈഡിൽ നിന്ന് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇത് ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പോലീസ് ഇവിടെ എത്തിയത്? അത്തരം കാര്യങ്ങൾ അറിയാമോ? അതറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു പരാതി എന്ന് ഞാൻ പറഞ്ഞില്ല, 10 മണി കഴിഞ്ഞ് 10:15 ഞങ്ങൾ സംഘം കഴിഞ്ഞ് കയറി വന്നപ്പോൾ അത് കഴിഞ്ഞ് 10:30 ആയപ്പോഴത്തേന് പടക്കം പൊട്ടിയും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇതായിട്ട് അവിടെ നടക്കും. നമ്മളത് കണ്ടു, അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ആരും വന്ന് ഒരു തടസ്സം ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തടസ്സവും ആരും ഒന്നും പരാതി പറഞ്ഞായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ താങ്കളെ തന്നെ മർദ്ദിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് അറിയാമോ? അതറിയത്തില്ല. നമ്മൾ അങ്ങനെ അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളോട് മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുകയോ പോലീസിനെ ചോദ്യം ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടായോ? ഒന്നുമില്ല. അവിടെ അങ്ങനത്തെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടായില്ല. അവിടെ വന്ന് വർത്താനം പറഞ്ഞു. ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ 2-3 പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അവിടെ നിന്നൊരു കൂട്ടുകാരനെ പിടിച്ച് തല്ലി, എന്നെയും പിടിച്ച് കൂട്ടുകാരനെ പിടിച്ച് സാറിന്റെ വല സൈഡിലേക്ക് തല്ലി, എന്നെ പിടിച്ച് സാറിന്റെ ഇടത് സൈഡിലേക്ക് എന്നെ തള്ളുകയും തിരിച്ച് ഞാൻ അവിടെ ഇച്ചിരി നിന്നപ്പോൾ തന്നെ വീണ്ടും എനിക്കിട്ട് അടിക്കുകയും അങ്ങനെ അടികൊണ്ട് ഞാൻ വീഴുകയും എനിക്ക് എൻ്റെ പല്ല് പോവുകയും പിന്നെ പല്ല് പോയല്ല, പല്ലിന് ക്ഷതമുണ്ടായി. നമുക്ക് ആ സൈഡ് ഇടത് സൈഡ് കംപ്ലീറ്റ് എനിക്ക് ക്ഷതമുണ്ടായിരുന്നു. 6 വരിക്കും എല്ലാം എനിക്ക് ക്ഷതമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കം ഒന്ന് പോയി കിടന്ന് മയങ്ങൊക്കെ പോയിട്ട് 2-3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ 12 മണിയൊക്കെ ആയപ്പോഴത്തേന് പോയി എന്ന് പറഞ്ഞാൽ 11:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. 12 മണിയൊക്കെ ആയപ്പോഴത്തേന് കിടന്നു കഴിഞ്ഞ് ഒന്ന് മയങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചെറിയ വേദന പോലൊക്കെ അനുഭവപ്പെട്ടു. നേരം വെളുത്ത് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞ് ആശുപത്രിയിൽ പോയി.
അവിടെ ചെന്നു. അപ്പോൾ പല്ലിൻ്റെ കാര്യം നോക്കിയപ്പോൾ ദന്താശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ദന്താശുപത്രി ഉച്ച കഴിഞ്ഞ് പോകാം, അതിൽ വൈകുന്നേരം പോയി. അങ്ങനെ പോയി ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞു 2-3 ദിവസം മരുന്ന് കഴിച്ചു നോക്ക്. അതിനുള്ള അല്ലാതെ ആശുപത്രി കിടന്ന് എനിക്ക് ചതവിനും ഒക്കെയുള്ള മരുന്ന് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിക്ക് പിന്നെ താങ്കൾ വീണു അല്ലേ? അടിയേറ്റ് വീണു. ഈ ആശുപത്രി ചെലവ് ഇവർ വഹിച്ചോളാമെന്ന് പോലീസ് പറഞ്ഞു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത്? ആശുപത്രി ചെലവ് വഹിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കമ്മട്ട് സ്റ്റേഷനിൽ 5.5 വർഷം ജോലി ചെയ്ത എൻ്റെ ഒരു സഹപാഠിയുണ്ട്. പുള്ളിക്കാരനിപ്പം കമ്മട്ടിലല്ല, പുള്ളി നെടുങ്കണ്ടം പിന്നെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്ത് കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 5 വർഷം കൊണ്ട് അത്യാവശ്യം എൻ്റെ വീടുകളിൽ വരികയും ഞങ്ങളൊരു സൗഹൃദം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ വിളിച്ച് ഇന്നപോലെ കമ്മിട്ട് സി എ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ല ഇങ്ങനത്തെ സംഭവം നടന്നു സി എ ആണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു, അത് എന്നാണ് അതിന്റെ കാര്യങ്ങൾ തിരക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി അന്നേരം തിരക്കിയിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, ആശുപത്രിക്കകത്തൊക്കെ മുടക്കും, അത് കുഴപ്പമില്ല. അതായത് താങ്കൾ പരാതി നൽകാൻ മുതിർന്നിരുന്നോ? അങ്ങനെ പരാതി നൽകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണോ പോലീസ് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത്? അല്ല, ഒത്തുതീർപ്പല്ലെന്ന് ഞാൻ ഈ പറയുന്ന പറഞ്ഞ പോലെ തന്നെ ഞാൻ വിളിക്കുമായിരുന്നു. ശരി, താങ്കളൊന്ന് ദയവായി തുടരുക മുരളീധരൻ. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ്, ഇപ്പോൾ സംഭവത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതാണ് സംഭവിച്ചത്. അതായത് അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പരാതി നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി ചെയ്യേണ്ടതായിട്ട് വരും. അക്കാര്യത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടാവും, എന്റെ പ്രസ്ഥാനം ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല. മാത്രമല്ല, പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ എന്തായിരിക്കും ചെയ്യും? ഇത് ആർക്കാണ് ഈ ഗതി വരിക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് തോന്നുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു ഓഫീസർക്ക് തോന്നുന്ന മാതിരി എന്ത് തോന്നിയാവസും ഈ നാട്ടിൽ നടക്കുമെന്ന് വെച്ചാൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അതിൻ്റെതായ തലത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതാണ് അവിടെ വരേണ്ടതായിട്ടുള്ളത് എങ്കിൽ അതിന് എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ്. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. വളരെ നന്ദി പ്രതികരിച്ചതിന്. മുരളീധരൻ, അതായത് താങ്കൾ ഇനി ഈ പരാതിയുമായി ഉറച്ചു തന്നെ മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ ആണോ? ഒപ്പം ഈ ചികിത്സാ ചെലവൊക്കെ വഹിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് നൽകിയില്ല എന്നുള്ളതാണല്ലോ. എന്താണ് താങ്കളുടെ ഭാവി പരിപാടി? എനിക്ക് ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുക. കാരണം അതുവരെ അങ്ങേയറ്റം വരെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണപ്പെട്ട ഒരുത്തൻ ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കപ്പെടേണ്ടവർ ഇങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് CCTV ഒരാഴ്ച കഴിഞ്ഞാണ് ഞാനിത് കാണാൻ ഇടയായത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസിക, കാരണം എനിക്കല്ല ഇനി എന്റെ പിള്ളേർക്ക് എങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും, എനിക്ക് എന്റെ മനസ്സ് കണ്ടവാനോ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആശുപത്രി കിടന്നു വന്നാലും നമ്മളൊരു ജോലി ഓട്ടോയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം പിന്നെ ഒരു 2-3 ഏക്കർ ഏലക്കാട് നോക്കി നടത്താനായിട്ട് ഒരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് വന്ന് ഓട്ടോ ഓടാൻ പറ്റുമെങ്കിൽ നമ്മൾ പിന്നെ കൂട്ടാർ സ്റ്റാൻഡാണ്, നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. നമ്മളെ നാട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ കൂട്ടാറാണ്. ഈ കൂട്ടാറ്റിൽ നമ്മൾ ചെറുപ്പം തൊട്ട്, കാരണം ഞാനിവിടെ ജനിച്ച ആളായുമ്പോൾ കൂട്ടാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പരാതി കൊടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? പോലീസ് നമ്മളെ ഒന്നും ഈ കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് തേടിയത് SP റിപ്പോർട്ട് തേടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ താങ്കൾക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ എത്രത്തോളം അത് വിജയിക്കും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇപ്പോഴത്തെ സംവിധാനം അങ്ങനെയാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും സംരക്ഷിക്കപ്പെടണമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ സ്വാഭാവികമായും. അപ്പം ജനങ്ങളുടെ പ്രശ്നമൊന്നുമല്ല, ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാം, അങ്ങനെ ആ ഒരു കണ്ടീഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെ പിന്നെ നമ്മൾ 16-ാം തീയതി കൊടുത്ത ഇതിന് 23-ാം തീയതി ഞങ്ങളെ വിളിപ്പിച്ച് മൊഴി കൊടുത്തു. അത് 27-ാം തീയതി പെൻഡ്രൈവിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ പെൻഡ്രൈവിലാക്കി 27-ാം തീയതി കൊണ്ടുവന്ന് DYP ഓഫീസിൽ അത് 4 മണിക്കൂർ CCTV ദൃശ്യങ്ങൾ 4 മണിക്കൂറാക്കി 4 സെഗ്മെന്റ് ആക്കി എടുത്ത് ഒരു പെൻഡ്രൈവ് അവിടെ കൊണ്ട് ഹാജരാക്കി. എന്നിട്ട് പോലും ഇത്തരം ദിവസമായിട്ട് അതിന്റെ തീരുമാനം ഉണ്ടായില്ല. ഇന്നലെ SP ഓഫീസിൽ വിളിച്ചപ്പോൾ റിപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി,
വളരെ നന്ദി മുരളീധരൻ പ്രതികരിച്ചതിന്. ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണക്കാരൻ്റെ ഒരു നിസ്സംഗത അല്ലെങ്കിൽ പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാകുന്നു. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നേരത്തെ മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. 1 തീയതി വൈകിട്ട് 11 മണിയോടുകൂടി ആണ് അവിടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് പാട്ടുകളും പടക്കം പൊട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ആഘോഷം ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ അലമ്പാട്ട് നടക്കുന്ന ആൾക്കാരും ഇല്ലായിരുന്നു അതിനകത്ത്. അങ്ങനൊരു എല്ലാ വട്ടത്തെ അപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെ വന്ന് ആ 11 മണിയോടുകൂടി പിന്നെ CA വന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിൽ പൊക്കോണമെന്നും പറഞ്ഞു വിടുകയും പിന്നെ ലാത്തി എടുക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നെ തല്ലിയ സമയത്ത് ലാത്തിയൊന്നുമില്ല കയ്യിൽ, നേരിട്ട് വന്ന് തല്ലുമായിരുന്നു. അതിനുള്ള ഒരു പ്രകോപനവും നമ്മുടെ മനസ്സിലില്ലല്ലോ. ഉണ്ടായി വന്നു. അത് നമുക്കൊരു മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടവേള.